എന്താ നല്ല തെളിഞ്ഞ വെള്ള മീനൊക്കെ ഉണ്ട്. ഇത് ശരിക്കും വനായിരുന്നുണ്ടല്ലേ? ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏറുമാടം അങ്ങനെ വല്ല കെട്ടല്ല അങ്ങനെ വല്ല പരിപാടി ഉണ്ടോ? ഒന്നും സ്റ്റേ കിട്ടില്ല അല്ലേ? സംഭവം അതും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ കൂടുതൽ വരും. ഏറുമാടൊക്കെ ഉണ്ടെങ്കിലേ നോക്കിയാൽ തെളിഞ്ഞ വേര് കണ്ട. ഇതെങ്ങനെയാണ് ചേട്ടന്, ഞങ്ങളിപ്പോൾ വരുമ്പോൾ ചേട്ടന് എങ്ങനെയാണ് ഇതിൻ്റെ സാലറി? ഇത് 8 എത്ര പ്രാവശ്യം പോയി നോക്കും? ആൾക്കാരുടെ അനുസരിച്ചല്ല. അല്ലല്ല നല്ല തെളിഞ്ഞ വെള്ളം. ഈ വെള്ളം കണ്ടപ്പോൾ വേറെ ഒന്നും പറയാൻ വാക്കുകളില്ല. നല്ല മീനുകളൊക്കെയും കാണുന്നുണ്ട്. നല്ല വലിപ്പമുള്ള മീനുകളൊക്കെ ഉണ്ട്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇറങ്ങി നടക്കാൻ എളുപ്പമാണ്. പക്ഷേ എളുപ്പമൊന്നുമല്ല. മലമ്പാമ്പടക്കം ഒഴുകി പോണത് ഇപ്പനെ കണ്ടുള്ളൂ. ഓരോ വെള്ളച്ചാട്ടത്തിൻ്റെ അവശിഷ്ടങ്ങളല്ല, മരത്തടികൾ. ചേട്ടാ ഇത് കാട്ടിൽ നിന്ന് വരുന്നതാവൂല്ലേ ഈ തടികളൊക്കെയും? തൃശ്ശൂരെത്തുമ്പോൾ ഒരു അതിലാണ് ആ തുഴച്ചിലാണ് കാശ് അല്ലേ? ഇവിടെ ഇപ്പോൾ ആഴത്തിരി കൂടിയെന്നുണ്ടല്ലേ? ഇതിൻ്റെ അറ്റത്തേക്ക് പോകുമ്പോൾ അവിടെ വെള്ളം കുറവാണെന്നുണ്ടല്ല? വെള്ളം കുറവല്ലേ? സ്വർണ്ണൊക്കെ ഉണ്ടാവോ ഈ മണ്ണിൽ? കൊട്ടവഞ്ചിക്കാണ് ആൾക്കാർ. ശരിക്കും നല്ല മഴയത്തായാലും നിങ്ങൾ വഞ്ചി തുഴയോ? മഴ പെയ്താലും വഞ്ചി തുഴയോ? അപ്പോൾ നമ്മുടെ കോട്ടയുടെ ഉള്ളിൽ വെള്ളം കയറില്ലേ? അവരങ്ങോട്ട് പോയില്ലേ? കഴിഞ്ഞ് നമ്മൾ നടുക്കിലേക്ക് എത്തി.
ഈ വെള്ളം ഇത് എവിടേക്ക് പോണത്? എവിടെ? ആ പമ്പയിലേക്ക് പോണത്. ശരിക്കും നല്ല ക്ലിയർ ആയിട്ട് വെള്ളത്തിൻ്റെ അടി. ഇത് എന്തിട്ട് വണ്ടി പാത്ര ആ കറക്കണം. ഞാൻ നല്ലൊരു വീഡിയോ